നമ്മുടെ ഇന്നലെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു യുവതി, തിരുവനന്തപുരം സ്വദേശി കമലേശ്വരത്തുള്ള അനുപമ അല്ലേ, 26 വയസ്സുകാരി. 26 വയസ്സേ ഉള്ളൂ. വാമനപുരം നദിയിൽ മുങ്ങി മരിച്ചു. വലിയ വിഷമം നൽകുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുട്ടികൾ വെള്ളത്തിൽ വീണ് മരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവം ഇതൊരു പതിവാണ്. നമ്മുടെ ഈ മധ്യവേനൽ അവധിയുടെ കാലത്ത് 2 മാസം, ഏപ്രിൽ മെയ് മാസങ്ങളിൽ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന അടക്കം ഒരുപാട് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വരൾച്ച ആണ്, നദികളിൽ വെള്ളവുമില്ല, പക്ഷേ ഈ കുട്ടികൾ മുങ്ങി മരിക്കും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ ഒരുപാട് പേര്. നമ്മൾ മുങ്ങി മരണത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ എടുത്തു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഭീതി ജനിപ്പിക്കുന്ന തോതിലാണ് ഇത്. വലിയ തോതിൽ തീരെ കൊച്ചുകുട്ടികളല്ല, കുറച്ച് മുതിർന്ന കുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന ആളും ഒക്കെ തന്നെ എല്ലാവരും. ഇപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ നദികൾക്കും അതിൻ്റെ ഒഴുക്കിനും അതിൻ്റെ ഗതിക്കും ഒരുപാട് മാറ്റം സംഭവിച്ചു. ഇതിപ്പോൾ ഇന്നലെ സംഭവിച്ചത് എന്താ? ഇന്നലെ ഈ കുട്ടിയും ഇതിൻ്റെ സുഹൃത്തായ ശ്രുതി എന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയും അവരാ പടിക്കെട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടി വെള്ളത്തിൽ വീണു, കാൽ വഴുതി വെള്ളത്തിൽ വീണു. ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കുട്ടി ഒഴുക്കിപ്പെടുന്നത്, ഈ അനുപമ. ഇതിനെ അപ്പോൾ തന്നെ ഓടി വന്ന ഈ ബംഗാളി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരിതിനെ ചാടി നീന്തി എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ജീവനുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കാണ് ഇത് മരിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുരന്തമായ ഒരു കാഴ്ച, ഒരു അറിവും ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ്, നമുക്ക് നമ്മളെ ഈ ആളുകൾക്ക് ഈ വെള്ളത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. സത്യമാണ്. അപ്പോൾ എൻ്റെ മോള് ആദ്യം അവളെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്പലത്തിലുള്ള ഒരു ഓക്സ്ഫോർഡ് സ്കൂളാണ് പഠിച്ചത്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. നിർബന്ധമായി എല്ലാ കുട്ടികളും നീന്താൻ പഠിച്ചിരിക്കണം. നീന്തൽ ട്രെയിനറുണ്ട്, പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് പ്രത്യേകം ട്രെയിനറുണ്ട്. അവർ നിർബന്ധം ആഴ്ചയിൽ ഒരു ദിവസം നീന്തൽ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട ഒരു കാര്യം നീന്തലാണ്. നീന്തൽ പഠിപ്പിച്ചിരിക്കണം നമ്മൾ. ഇത് ഇത്തരം ഒരു കാര്യം എന്നോട് പറയുന്നത് നമ്മുടെ മരിച്ചുപോയ ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെത്രാപ്പൊലിത്തൻ ഡോക്ടർ KP യോഹൻ. അപ്പോൾ ഞാൻ അതേ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എന്നെ ആ പുള്ളി വിളിക്കും, ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകാൻ, നമുക്ക് സംസാരിക്കാം, കാണാമെന്നൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അരമനയോട് ചേർന്നൊരു വലിയ നീന്തൽക്കുളമുണ്ട്. നീന്തൽക്കുളം ഭയങ്കര ആഴത്തിലുള്ള ഒരാളാണ്, നീന്തൽക്കുളമാണ്. അതായത് നമ്മളൊക്കെ പറയുന്ന ഒരാൾ താഴ്ച 2 ആൾ താഴ്ചയില്ലേ, ഇതൊരു 8 ആൾ താഴ്ചയുള്ള നീന്തൽക്കുളമാണ്. അതിനകത്ത് ഇദ്ദേഹമല്ലാതെ ആരും ഇറങ്ങുകയില്ല. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ ഈ കുളത്തിനടുത്ത് പുള്ളി ഞങ്ങളെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ നീന്തൽക്കുളത്ത് എനിക്കല്ലാതെ വേറെ ആൾക്ക് നീന്താൻ പറ്റില്ല, ഞാൻ കുട്ടനാട്ടുകാരനാണ്, അതുകൊണ്ട് ഇത് എനിക്ക് നീന്താൻ പറ്റും. അപ്പോൾ എന്നിട്ട് എന്നോട് പുള്ളി പറഞ്ഞു, മിസ്റ്റർ വിശാഖൻ, ഇങ്ങനെ വിളിക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നീന്തൽ പഠിക്കും, നിങ്ങളുടെ കുട്ടികൾ വേറെ ഒന്നും പഠിക്കണ്ട. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും ഒക്കെ ഇതൊരു നിർബന്ധിതമാണ്, ഈ വിദ്യാഭ്യാസം നിർബന്ധിതമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് വെള്ളത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണിൽ നിന്ന് മാറുന്ന സമയത്ത് അവർ ചെന്ന് കൂട്ടുകൂടി ഇതിനകത്ത് ചാടും. ഇവർക്ക് അറിയില്ലെങ്കിലും ചാടും. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നീന്തൽ പഠിക്കാൻ പത്തനംതിട്ട ഒരു നീന്തൽക്കുളം ടൗണിനകത്ത് ഞാൻ അവിടെ ചെന്ന് ഇതിൻ്റെ ഫോമൊക്കെ വാങ്ങി അന്ന് കോവിഡ് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര വലിയ നീന്തൽക്കാരനാണെന്ന് പറഞ്ഞാലും നമുക്ക് പരിചയമില്ലാത്ത വെള്ളച്ചാട്ടങ്ങൾ, നദികൾ, അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല വേറൊന്നുണ്ട്, നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് നമ്മളെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത്. അവർ പുഴ ഇറങ്ങിയാൽ അടിയൊഴുക്കെന്നുള്ള കാര്യം മാത്രം. എൻ്റെ നാട്ടിൽ 2 പുഴയുണ്ട്, കരമനയാറും ചിറ്റാറുണ്ട്. കരമന തിരുവനന്തപുരത്തേക്ക് വരുന്ന കരമനയാറ്. ഇത് പേപ്പാറ ഡാമിലാണ് എൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. ഈ ഡാം ഒരു പക്ഷേ വെള്ളം കൂടുമ്പോൾ നേരെ തോലെ തുറന്നു വിട്ടാൽ പോലും നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കാല് തെന്നിപ്പോകും. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മുട്ടള പോയി വെള്ളം കാണും, പക്ഷേ നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ നീന്തൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിൽ കനാലുണ്ട്, PIP കനാൽ, പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഇടതുകര കനാൽ. ഇത് മണിയാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടും. ഈ തുറന്നു വിട്ടിട്ട് നമ്മുടെ ഈ കനാൽ വഴി വരും. അതൊരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് കൃഷിക്ക് വെള്ളമില്ലാത്ത ഈ ഒരു സമയത്ത്. ഇപ്പോൾ നമ്മൾ ഓർക്കുന്ന അതിൻ്റെ ഒരു ഭീകരത, ഞങ്ങളൊക്കെ പോയി ഇതിനകത്ത് ചാടുമായിരുന്നു. ഇതിനകത്ത് ഭയങ്കര അടിയൊഴുക്കാണ്. നമ്മൾ ഈ ചാടി കഴിഞ്ഞാൽ നമുക്ക് നീന്താൻ അറിയില്ല. നമ്മളിതിനകത്ത് ഒലിച്ചു പോയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഭിത്തിക്ക് നിൽക്കുന്ന പുല്ലിലൊക്കെ പിടിച്ചിട്ടാണ് രക്ഷപ്പെടുന്നത്. പക്ഷേ നമ്മൾ വീണ്ടും ചാടും, നമുക്ക് നീന്തറിയില്ല. പക്ഷെ ഈ കനാലിനോട് ചേർന്ന് താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഇവർ ഇതിനകത്ത് എന്ത് പണിയും കാണിക്കും. പക്ഷേ അതിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ശക്തമായ അടിയൊഴുക്കായി കനാലുകൾക്ക് മേളിൽ ഇത് ശാന്തമായി, ഈ വെള്ളം നീങ്ങുന്നുണ്ടെന്നേ നമുക്കറിയില്ല. നമുക്ക് കാലുറപ്പിക്കാനോ നിലയുറപ്പിക്കാനോ പതച്ച് നിൽക്കാനോ ഒന്നും പറ്റില്ല. ഈ കനാലിൽ നീന്തൽ പഠിച്ചാൽ നമ്മൾ അത്യാവശ്യം വരുന്ന
ഒരുമാതിരി അടിയൊഴുക്കുള്ള സ്ഥലത്തല്ല നമുക്ക്. കാരണം ഭയങ്കര തണുപ്പായി, ഡാമിൽ കെട്ടിക്കിടന്ന വെള്ളമല്ല, നമ്മുടെ കാലും കൈയും മിനിറ്റ് വെച്ച് ഇത് മരിച്ചു. അത്ര ഇതായിട്ടുള്ള സംഭവമാണ്. ഇപ്പം മുമ്പേ നമ്മൾ ഈ വിഷയം നമ്മൾ ഇവിടെ സംസാരിച്ചു, നമ്മൾ ചീഫ് എഡിറ്റർ വന്നിട്ട് നമ്മളോട് സംസാരിച്ചു. അതായത് പമ്പാ നദിക്ക് 2 ഭാവങ്ങളുണ്ട്. അത് പമ്പാ നദിയുടെ തുടക്കത്തിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ, ഏതാ മുക്കൂട്ടുതറ എരുമേലിക്കാർ എന്ന് പറയുന്ന പമ്പാ നദി തുടക്കത്തിലുള്ള. അപ്പോൾ ഈ താഴോട്ട് വന്ന് ആറന്മുളയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് വേറൊരു തരത്തിലുള്ള ഒഴുക്കാണ്. ആറന്മുളയൊക്കെ ഈ മണൽ വാരിയുള്ള ഗർത്തങ്ങൾ, മറ്റേ പമ്പാ നദി പാറക്കെട്ടുകളും കല്ലും ഈ വളവും തിരിവും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവരുടെ വീടിനടുത്ത് തന്നെയായിട്ട് ഈ പൊരുന്തേനരുവി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർ മുങ്ങി മരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പുള്ളി ഈ പമ്പാ നദിയുടെ ഈ ചുഴികളിലും മലകളിലെല്ലാം നീന്തി പഠിച്ച ഒരാളാണ്. പക്ഷെ പുള്ളിക്കും ഇത് പെട്ടുപോയി എന്നാ പറഞ്ഞത്. 1.5 കിലോമീറ്റർ പുള്ളി ഒലിച്ചു പോയി. എവിടാന്നറിയോ? നമ്മുടെ തൊടുപുഴയാറ്റിൽ. തൊടുപുഴയാറെന്ന് പറഞ്ഞാൽ അറിയാം, തൊടുപുഴയാറ് കൃത്രിമമാറാണ്. അതായത് ഈ അതിനകത്തെ മലങ്കര ഡാമിന്റെ, അതെ, ഈ വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് ഇതിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞ കൃത്രിമത്വം. എന്താണ് ഈ വെള്ളത്തിന്റെ, അതിന് ഭയങ്കര അടിയൊഴുക്ക്. അപ്പൊ ഈ പമ്പയിലെ അനുഭവം വെച്ച് പുള്ളി എടുത്ത് ഇതിനകത്ത് ചാടി. ഇതുപോലെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞങ്ങളുടെ നെടുമ്പങ്ങാട്ടോ, നമ്മുടെ വലിയ അടുത്ത സുഹൃത്താണ് അനിൽ നെടുമ്പങ്ങാട് നടൻ. അതെ, അത് ഈ ആറ്റിലാണ് മുങ്ങി മരിച്ചത്. അതെ, ദസാഷി തൊണ്ടി മുതലൊക്കെ അഭിനയിച്ചു. അതെ അതെ, അത് നമ്മുടെ ചീഫ് എഡിറ്റർ പറഞ്ഞു തന്നത്. ഇതിനകത്ത് പുള്ളി എടുത്ത് ചാടി 1.5 കിലോമീറ്റർ ഒഴിച്ചു. പുള്ളി അങ്ങനെ നോക്കിയിട്ട് അവരത് പിടിച്ചിരിക്കാൻ അതിശക്തമായ. അനിൽ തൊടുപുഴ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ് വെള്ളത്തിൽ കുളിക്കിറങ്ങിയത്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ യുവാക്കളുടെ ഇടയിൽ, അല്ലെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ട്രെൻഡുണ്ട്. 2 എണ്ണം അടിച്ചു കഴിയുമ്പോൾ നേരെ എടുത്ത് വെള്ളത്തിൽ ചാടും. വെള്ളത്തിൽ ചാടുമ്പോൾ ഭയങ്കര നീന്തലുകാരനാണ്, ഭയങ്കര നീന്തൽ അറിയാവുന്ന ആളാണ്. നമ്മൾ മദ്യപിച്ചിട്ട് വെള്ളത്തിൽ ചാടിയാൽ ഒരു കാരണവശാലും നമുക്ക് കൈയും കാലും കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പോയി മുങ്ങി മരിച്ച ഒരുപാട് ആൾക്കാർ. നല്ല നീന്തൽ പരിശീലനം കിട്ടിയാൽ കയത്തിൽ മുങ്ങി മണ്ണ് വാരുന്ന മണൽ വാരൽ തൊഴിലാളികൾ വരെ അങ്ങനെ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ആറന്മുളയിലൊരു ബോട്ട് വള്ളം മറിഞ്ഞിട്ട്, വള്ളം മറിഞ്ഞല്ല, ഈ വള്ളസദ്യക്ക് പോയിട്ട് വന്ന കുറച്ച് പേര് ഒഴുക്കിൽപ്പെട്ടു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അയാളെടുത്ത് ചാടി വെള്ളത്തിൽ. അയാളെല്ലാവരും രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷേ ഇതിനകത്തെ കായത്തിലാണ് ഇയാൾ പെട്ടു. ഇയാൾ മരിച്ചു, ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെട്ടു. അല്ല, മാത്രമല്ല വേറെ വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ രക്ഷയ്ക്ക് അവരെ പിടിക്കുന്ന അവരെ ബലം പ്രയോഗിച്ചാൽ പിടിക്കും. വെള്ളം മുങ്ങി പോകുമ്പോൾ ബലം പ്രയോഗിക്കുമ്പോൾ അവരും കൂടെ താഴോട്ടങ്ങ് പോകാനുള്ള സാധ്യത. അതെ, അപ്പം എന്തിനേറെ പറയുന്നത്, നമ്മുടെ പെരുന്നാട്ടിൽ വെച്ച് ഇതുപോലെ ഒരാളെ കാണാതായ ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ നിന്ന് പോയതാണ്. ഫയർഫോഴ്സിൻ്റെ ഒരു സ്കൂബ ഡൈവിംഗ് ടീം, ഫയർഫോഴ്സിൻ്റെ ഒരു ഫയർമാൻ, സ്കൂബ ഡൈവിംഗ് അല്ല ഫയർമാൻ. അപ്പോൾ ഇയാളിത് തെരച്ചിലിന് വേണ്ടി എടുത്ത് ചാടി ഒഴുകി ഇയാളുടെ തലയെന്ന് കരിങ്കല്ല് പാറക്കല്ലിൽ ഇടിച്ചു. അത് മരിച്ചു പോയി അവിടെ വെച്ചു. അല്ല, അതുപോലെ ഒരു സ്ഥലമാണ് നമ്മളെ ഈ പൊന്മുടിയിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഉള്ള ആ കല്ലാറിലെ വെള്ളച്ചാട്ടം. അവിടെ ഒരിക്കൽ കുറേ ഞങ്ങൾ പഠിക്കുന്ന സമയത്തോ മറ്റോ ആണ് ഈ തിരുവനന്തപുരം ദന്തൽ കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ടൂർ വന്നിട്ട് അവിടെ ഇറങ്ങി. എനിക്ക് തോന്നുന്നു 10 പേരാണോ 6 പേര്, എത്ര 10 താഴെ കുട്ടികൾ മരിച്ചുപോയി. അവരിവിടെ പഠിക്കുന്നു, അവരെല്ലാവരും. കാരണം അവിടുത്തെ ഒരു വലിയ പ്രത്യേകത, നമ്മൾ അവിടെ നിന്ന് പോകണമെന്ന് നോക്കിയാൽ അറിയാം, ഒരു സാധാരണഗതിയിൽ ഒഴുകുന്നൊരു പുഴയാണ്, നമുക്ക് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് അങ്ങ് മലയിൽ മഴ പെയ്താൽ അതിന് മലവെള്ള പാച്ചിൽ അതുണ്ടാവും. അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അറിയത്തില്ലേ, മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മലവെള്ളം. അതുപോലെ ഈ അച്ചൻകോവിൽ നദിയുടെ കാര്യവും അതുപോലെ തന്നെ. നമ്മൾ ഈ അച്ചൻകോവിൽ കല്ലേലി എന്ന് പറഞ്ഞാൽ കോന്നി അകത്തോട്ട് പോയി ഈ അച്ചൻകോവിൽ നദിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചിറങ്ങാം. കാരണം ഈ പാദത്തിന് മേളിൽ വരെ വെള്ളം. മാത്രമല്ല ആ നാട്ടുകാർക്ക് അത് മനസ്സിലാവും. കാരണം വെള്ളത്തിന്റെ നിറം വ്യത്യാസം വരുന്നു, കലങ്ങി വരും. അവർക്കത് അറിയാം. അവരപ്പം മുന്നറിയിപ്പ്. എൻ്റെ അമ്മയുടെ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ആ നാട്ടുകാരൻ, അദ്ദേഹം സാക്ഷിയാണ്. അവർ വിളിച്ച് പറഞ്ഞത് കുട്ടികൾ ഇത് വെള്ളത്തിൽ ഇറങ്ങരുതെന്ന്. നന്നായി വിളിച്ച് പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങല് അപകടമാണെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർക്ക് അറിയില്ല. അപ്പോൾ അവർ അത് മൈൻഡ് ചെയ്യാതെ ഇയാളെ അത് വേറെ ദോഷം എന്നുള്ള കളർന്ന രീതിയിൽ അവർ എല്ലായിടത്തും വെള്ളത്തിൽ ചാടി. അവർക്ക് മനസ്സിലായി ഇത് മലവെള്ളപ്പാച്ചിൽ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലായി. ഏറ്റവും ഫോഴ്സ് ഉള്ളത് വെള്ളത്തിനാണ്, അതറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വൈദ്യുതി കറണ്ട് ഉണ്ടാക്കാൻ, അതായത് ഈ വലിയ ഭീമാകാരമായ ടർബൈനുകൾ കറക്കണമെങ്കിൽ ഈ ഫോഴ്സിൽ ചെന്ന് വീഴുന്ന വെള്ളം കൊണ്ടേ പറ്റുകയുള്ളൂ. അങ്ങനെ ഏറ്റവും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ അടിയൊഴുക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ കാലുറക്കില്ല. എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ മകന് നീന്താൻ അറിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പറയും, വെള്ളം ഇതിൻ്റെ കരയ്ക്ക് പോവുകയും ചെയ്യും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കടലിലും ഒരു സംഭവം ഉണ്ടായത് കോട്ടയത്ത് തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരിച്ചത് വളരെ പ്രമുഖരായിരുന്നു. അവരിൽ ഒരാൾ ഡോക്ടർ ജോർജ് തോമസ് എന്ന് പറഞ്ഞ മനോരാജ്യം ഗ്രൂപ്പിന് ഉടമസ്ഥനായിരുന്നു. MLA കാരനാളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജോർജ് തോമസ് ജൂനിയർ എന്ന മറ്റാണ് അദ്ദേഹം മരിച്ചു. നമ്മുടെ അതുപോലെ പ്രക്കാട്ട് ഫിലിംസിൻ്റെ മറ്റായിരുന്ന ഒരാളുണ്ട്. ഹരിപ്പോത്തൻ്റെ മരുമകനാണെന്ന് തോന്നുന്നു അദ്ദേഹം. അതെ എന്ന് തോന്നുന്നു. വലിയ പ്രമുഖരും അവരുടെ മക്കളൊക്കെ ആയിരുന്നു അന്ന് മരിച്ചത്. ഇതുപോലെ തന്നെ
അവർ നോർമലി കുളിക്കായിരുന്നു. പക്ഷേ ഈ മലവെള്ളപ്പാച്ചിൽ വന്നു. മലവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ അവരെല്ലായിടത്തും അങ്ങ് പോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്കത്. അതുകൊണ്ട് ഏത് തരത്തിലാണെങ്കിലും നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് ശരിക്കും പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തണം. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഈ പോസ്റ്റ് സ്കൂളുകളുണ്ടല്ലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അതായത് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഇതുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മോൾ പഠിച്ച സ്കൂളിൽ നിർബന്ധം നീന്തൽ പഠിപ്പിച്ചു. അവർക്ക് നീന്താൻ അറിയാം. അത് അവർക്ക് അവർ പൈസ കൂടുതൽ മേടിക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാപ്പോലിത്തറ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സ്കൂളിലുണ്ട്. ബിലീവേഴ്സ് ചർച്ചിന് അവരുടെ ക്യാമ്പസിനോട് ചേർന്ന് അവർ ആ സഭ ആസ്ഥാനത്തോട് ചേർന്ന് വലിയൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നീന്തൽ മസ്റ്റാണ്. നീന്തൽ കൃത്യമായിട്ട് പഠിക്കും. നീന്തൽ കുളത്തിലും അവിടെ പഠിക്കുക. അവർക്ക് തടാകമുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇന്നലത്തെ ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒഴുക്കുള്ളതല്ല വീണതെന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് നീന്തൽ അറിയില്ല എന്നുള്ളതുകൊണ്ട് മഴ സമയമാണ്, അതിന് ഒഴുക്ക് കൂടുതൽ. നല്ല മഴ പെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, മലയിൽ മഴ പെയ്യുമ്പോഴാണ് അതിൻ്റെ ഫോഴ്സിനിങ് വരുന്നത്. നമ്മളറിയില്ല, വലിയ ദൂരെയുള്ള ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്തൊക്കെ വലിയ മഴ പെയ്തിട്ട് നല്ല മഴയുള്ള പാച്ചിലായിരിക്കും. നമ്മൾ എനിക്കറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ കഴിഞ്ഞ വർഷവും ഈ അച്ചൻകോവിലാറ്റിൽ കൈപ്പട്ടൂർ കടവിൽ ഇതുപോലെ മുങ്ങി മരിച്ചു കുറച്ച് കുട്ടികൾ. ഇതുപോലെ കുളിക്കാൻ പോകുന്നത് +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ ഈ പഠിക്കുന്ന സ്കൂള് ഈ ആറിൻ്റെ കരയ്ക്ക് ഒരുപാട് സ്കൂളുകളുണ്ട്. ഈ സ്കൂളിലുള്ള പിള്ളേർ +2 ഒക്കെ ആയ പിള്ളേർ എന്ത് ചെയ്യും, ഉച്ചയൊക്കെ കഴിഞ്ഞ് പലപ്പോഴും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ അന്നാണ് അവർ പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഇവർക്ക് ഇതിൻ്റെ ചുഴികളും മലരികളും അറിയില്ല. നമ്മളെപ്പോഴും ഈ ഫയർഫോഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോഴേ ആദ്യം വരുന്ന ഫയർഫോഴ്സാണ്, അവർ സ്കൂബ ഡൈവേഴ്സാണല്ലോ. അപ്പോഴേ നമുക്ക് വരുമ്പോൾ 2 പേരും 3 പേരൊക്കെ ആയി പോകുന്നത്. ചിലപ്പോൾ ഒരാളൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടും, ബാക്കിയുള്ളതൊക്കെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ അറിയാൻ വയ്യാത്ത ഒരു പണിയാണ് ഈ നീന്തൽ. അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു പണി. ഇനി അഥവാ നീന്തൽ അറിയാമെങ്കിൽ പോലും വലിയ പാടാണ്. അതുപോലെ ബീച്ചുകളിലും ചില ബീച്ചുകളിൽ ഇതുപോലെ സംഭവിച്ചു. ആലപ്പുഴ ബീച്ചിലെങ്ങാണ്ട് കുറേ നാൾ മുമ്പ് അവിടെ വിലക്കുണ്ടായിരുന്നു, ആരും കൂടെ കടന്നു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ വിലക്ക് ഇവർ ഒളിച്ച് കടന്നു, ഒരു അമ്മയും മക്കളും ഒക്കെ എല്ലാവരും മരിച്ചു. അല്ല, അതിനകത്ത് ഈ ബീച്ചിലെല്ലാം ഇതിന് സത്യത്തിൽ അവിടെ ലൈഫ് ഗാർഡ്സിനെ ഇട്ടിട്ടുണ്ട്. കുറേ പേരെയൊക്കെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അത് പറഞ്ഞാൽ അത് ഏറ്റവും തിരയെന്ന് പറയുന്നത് ഏറ്റവും ഫോഴ്സ്ഫുള്ളാണ്. നമുക്കറിയാൻ എന്തുകൊണ്ട് ഒരു തിരയുടെ ശക്തി ആയിരിക്കത്തില്ല അടുത്ത തിരയ്ക്ക് വരുന്നത്. നമുക്കറിയാം ഈ തെർമൽ പവർ എന്ന് പറയുന്നതും ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്, അതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പവർ എന്ന് പറയുന്നതും വളരെ ഇതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് എന്ത് ചെറുപ്പക്കാരാണ് മുങ്ങി മരിക്കുന്നതിലേറെയും, കുട്ടികളും ചെറുപ്പക്കാരും മധ്യവയസ്സുകളിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ ഈ അസുഖങ്ങളുള്ള ആൾക്കാരും ഉണ്ട്, അവർ മുങ്ങി മരിക്കും. എന്തായാലും നമ്മുടെ ഈ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു പരിശീലനം, ഒരു നിർബന്ധിതമായ ഒരു പരിശീലനം, അത് നമ്മുടെ സർക്കാർ തന്നെ മുൻകൈ എടുക്കണം. സ്വന്തമായിട്ട് ഈ സ്കൂളുകൾക്ക് നീന്തൽക്കുളം ഇല്ലെങ്കിൽ ഇതിനായിട്ടൊരു ഒരാഴ്ചത്തെ കാര്യമുള്ളൂ ഇത് പഠിച്ചെടുക്കാൻ. ഒറ്റ ആഴ്ച. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആറന്മുളയിൽ ഇതുപോലെ ഒരു നീന്തൽ പരിശീലന കളരി നടത്തുന്നതിൻ്റെ വാർത്ത ഞാനിങ്ങനെ പത്രത്തിൽ കണ്ടു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഈ വേനൽക്കാലത്ത് ഇത് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ.